ട്രാൻസ്ജെൻഡേഴ്സ് ആയിക്കോട്ടെ, ആൺകുട്ടികളെ പെൺകുട്ടികളെ എല്ലാവർക്കും ഈ ലൈംഗിക അതിക്രമം എന്ന് പറഞ്ഞ സാധനം വരുന്നുണ്ട്. ഞാനിപ്പോ ഈ വീഡിയോയിൽ വന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രസ്റ്റ് വെജൈന എന്ന് കേൾക്കുമ്പോൾ ഇതൊന്നും ഒന്നും അല്ല എന്നുള്ള സാധനം കുറച്ച് പേർക്കെങ്കിലും വരും. എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ട്, നീ ഈ നിന്റെ വീഡിയോസ് കണ്ട് 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 എനിക്ക് ഇതിനോടുള്ള താല്പര്യം വരെ പോയി. എനിക്ക് വന്ന കമന്റ്, ഞാൻ ഇതിന് ഈ ഒരു കമന്റിന് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇതിനോടുള്ള താല്പര്യം. അപ്പൊ ഞാൻ അതിന് കൊടുത്ത റിപ്ലൈ എന്ന് വെച്ചാൽ ഇതന്നെയായിരുന്നു എന്റെ ആവശ്യം എന്ന് പറയുന്നത്. നിനക്ക് ഇപ്പൊ ഇനി വേറൊരു കുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് ഈ ഒരു ആക്രാന്തം പിടിച്ച സാധനം വരത്തില്ല. ഇതന്നെയായിരുന്നു എന്റെ ആവശ്യം, ഇതന്നെയാണ് ആവശ്യം. ഇൻഹിബിഷൻസ് മാറി സ്റ്റേജ് ഇപ്പോഴും നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. എനിക്ക് എങ്ങനെ മാറിയെന്നറിയില്ല, പക്ഷെ ഇത് തന്നെയാണ് കുറെ കാലത്ത് നമുക്ക് ചെറുപ്പം തൊട്ടേ ഉള്ള ഒരു ഫ്രസ്ട്രേഷൻ തന്നെയാണ് എനിക്ക് പിന്നീട് അത് ഇങ്ങനെ ചെയ്യണം എന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം. ഓക്കെ, ഇനി വേറൊരു കമന്റ്, ഈ പറഞ്ഞ പോലെ സോക്കോൾഡ് ഒരു അമ്മാവൻ കമന്റ്, അതായത് ചേച്ചി വേറെ മൂഡില്ല, ചേച്ചിക്ക് നല്ല വശമുണ്ട്, എന്ത് എവിടെ പറഞ്ഞാൽ വൈറൽ ആവും എന്നുള്ളത്. മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യം ചൂഷണം ചെയ്താണ് ചേച്ചി വീഡിയോസ് ഇറക്കുന്നതും അതൊക്കെ റീച്ച് ആവുന്നതും. കമന്റ് ഓൺ ദിസ് കമന്റ്. ഇവൻ സ്വയം ഇവനെ തന്നെയാണ് ഈ കമന്റിൽ കൂടെ മോശമാക്കുന്നത്. ഇവനെ ഇതിൽ തന്നെ ഉണ്ട് എന്താ ഈ ലൈംഗിക താല്പര്യമോ ഈ സാധനം. ഇതൊരു ഇതുണ്ട് മലയാളികൾക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും വലിയ കാര്യം, സെക്സ് എന്ന് പറയുന്നതാണ്. ഇതില്ലെങ്കിൽ എന്ത് ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു സാധനം എന്ന്. ഭക്ഷണം പോലെ തന്നെ, ശരിയാണ്, ഭക്ഷണം പോലെ തന്നെ ഒരു മനുഷ്യന് വേണ്ട ഒന്നാണ് സെക്സ് എന്ന് പറയുന്നത്. പക്ഷെ ഈ കമന്റ് ഇടുന്നവർക്ക് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ജീവിതം. രാവിലെ ഉച്ചക്ക് രാത്രി ഭക്ഷണം എന്നുള്ള പോലെ തന്നെ ഇത് തന്നെയാണ് ജീവിതം. അപ്പൊ ഇവർക്ക് തോന്നും ഇത് മാത്രമേ ഉള്ളൂ. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനെയാണെന്ന് വെച്ചിട്ട് ബാക്കി എല്ലാവരും ഇങ്ങനെ ആവണം എന്നില്ല. പിന്നെ ഈ ഒരു എന്റെ വീഡിയോ കണ്ടിട്ട് ഇതിൽ എന്ത് സുഖമാണ് കിട്ടുന്നത് ആൾക്കാർക്ക്. ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും ഇതെന്ന് പറയുന്നത് വെറും ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്, ഇതിൽ കൂടുതലൊന്നുമില്ല. പിന്നെ ആൾക്കാർ കാണുന്നത് എന്തിനു വേണ്ടിയിട്ട്, എന്തായാലും ഇതിലൊന്നും കിട്ടില്ല എന്നറിയാം. അപ്പൊ അവർക്ക് ഇൻഫോർമേഷന് വേണ്ടിയുള്ള ആൾക്കാർ മാത്രം കാണും. എന്നാൽ വേറെ കുറച്ച് പേര് നെഗറ്റീവ് അടിക്കാൻ ഇതുപോലൊരു സുഖത്തിന് വേണ്ടി വന്ന് കാണുന്നവരുണ്ടാവും. ഏതാണെങ്കിലും എനിക്ക് ബോധർ ചെയ്യുന്നില്ല. ശരിയാണ്, എന്റെ ഈ വീഡിയോ എന്നല്ല, ഇപ്പൊ ഞാനൊരു നാളെ കുക്കിംഗ് വീഡിയോ ഇട്ടാലും ആൾക്കാർ കാണണം എന്റെ വീഡിയോ. കാരണം നമ്മൾ അത്ര എഫേർട്ട് എടുക്കുന്നുണ്ട്. ഞാൻ ഇടേണ്ട വീഡിയോ അയ്യോ ആരും കാണല്ലേ എന്ന് വെച്ചാൽ ഇടൂല. അപ്പൊ എനിക്ക് മാക്സിമം റീച്ച് എനിക്ക് വേണം, അത്ര. ഈ തുടക്കത്തിൽ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഈ ജോണർ തന്നെയാണ് നമ്മൾ എടുത്തത്, അല്ലെങ്കിൽ വേറെ വേറെ പല? എനിക്കൊരു 46K ആയപ്പോഴാണ് ഞാൻ സെക്സ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്സ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ അപ്പൊ തോന്നിയ കാര്യം, ആ സമയത്ത് ലോക്ക്ഡൌൺ ആയിരുന്നു. അപ്പൊ ലോക്ക്ഡൌണിൽ സെക്സ് എഡ്യൂക്കേഷൻ അല്ല അത് ശരിക്കും എന്ന് പറയുന്നത്. ഞാൻ ഇട്ട വീഡിയോ, ഫസ്റ്റ് ആയിട്ട് ഇട്ട വീഡിയോ എന്ന് പറയുന്നത് ഈസ്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് വൾവ വെജൈന ഏരിയയിൽ വരുന്ന ഇൻഫെക്ഷൻ. അത് സ്ത്രീകൾക്ക് കോമൺ ആണ് നമുക്കെന്ന് പറയുന്നത്, തൊട പൊട്ടുന്ന കാര്യമൊക്കെ. ഇതാണ് ഞാൻ വീഡിയോ ഇട്ടത്. ഇതൊരു സെക്സ് എഡ്യൂക്കേഷൻ അല്ല. ഇതിപ്പോ നമ്മുടെ മേലൊരു മുറിവ് വന്ന അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നം വരുന്ന പോലെ തന്നെയാണ് ഇവിടെ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ ഇട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ അത് ആൾക്കാർക്ക് അത് അത്രയും എന്തോ ഒരു ഭ്രഷ്ട് കൽപ്പിച്ചൊരു സാധനമാണെന്ന് മനസ്സിലായത്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഓക്കെ എന്ന്, പിന്നെ ഇത് തന്നെ ആയിക്കോട്ടെ എന്നെനിക്ക് തോന്നി. പക്ഷെ നെഗറ്റീവ് കമന്റ്സ് എനിക്ക് ഫസ്റ്റ് ഇട്ട വീഡിയോയിൽ എന്നെ സർപ്രൈസ് ചെയ്ത കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ആകെ 4-5 നെഗറ്റീവ് കമന്റ്സേ വന്നിട്ടുള്ളൂ. ബാക്കി ഒക്കെ പോസിറ്റീവ് കമന്റ്സ് ചെയ്യുന്നത്. അതിൽ ഇപ്പോഴും എന്റെ വീഡിയോസ് കാണുന്നത് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ പെൺകുട്ടികളെ പോലെ തന്നെ ആൺകുട്ടികളും ഈ പറഞ്ഞ പോലെ കുറെ ആൾക്കാർ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ആൺകുട്ടികളുണ്ട്. എനിക്ക് ഒരു ഏറ്റവും കൂടുതൽ എന്നെ ചേച്ചി എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. ഇതേപോലെ എനിക്ക് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അരവിന്ദ് എന്ന് അവന്റെ പേര്. ഞാൻ ഒരിക്കലും പറഞ്ഞു, ഞാൻ എറണാകുളത്ത് ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയമായിരുന്നു. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അവിടെ നിന്ന് ഒരു ഇത് വന്ന് 2 ആൺപിള്ളേര് എന്നെ അന്വേഷിച്ചിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അവർക്ക് അറിയാം ഞാൻ യൂട്യൂബറാണ്. ഞങ്ങൾ പക്ഷെ പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു പറയണ്ട എന്താന്ന് പറയുന്നത്, എനിക്ക് പേടിയായില്ല, എന്തിനു വേണ്ട നമുക്കറിയില്ലല്ലോ. ഇത് കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ എനിക്ക് അപ്പോൾ നല്ല പേടിയുണ്ട്. എൻ്റെ 3 ഫ്രണ്ട്സും ഉണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഇന്റേൺഷിപ്പ് ആയിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് 2 ആൺകുട്ടികൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായി. നമ്മൾ വീടെത്തിയപ്പോൾ ഇവർ എൻ്റെ വീടിന്റെ പിന്നിൽ നിർത്തുകയും ചെയ്ത്. അത് എൻ്റെ ഇറങ്ങിയപ്പോൾ പക്ഷെ അടുത്ത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതല്ല, ചേച്ചിനെ കാണാൻ വേണ്ടി ഇതാക്കിയത്. എനിക്കൊരു കവർ ഉണ്ടായിരുന്നു, ഒരു ഡ്രസ്സ്, ഒരു ടീഷർട്ട്. ആ ടീഷർട്ടായിട്ട് എനിക്ക് വന്നത്. എന്നിട്ട് പറഞ്ഞു ചേച്ചിനെ കാണുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ബാംഗ്ലൂരെ മുമ്പ് ഇന്റേൺഷിപ്പ് ചെയ്യുന്നു, ബാംഗ്ലൂർക്ക് ടിക്കറ്റ് എടുത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇവിടെ ആക്കുന്നത്. അപ്പോൾ ഇവൻ വന്നത് ഇവന്റെ ലൈഫിലത്തെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ പറയാനാണ് കൂടുതൽ വന്നത്. പക്ഷെ ആ ഒരു സംസാരിക്കുമ്പോണ്ടല്ലോ ആ ഒരു ചേച്ചി എന്നുള്ളത് എൻ്റെ എല്ലാ വീഡിയോസിനും കാണാം. അവന്റെ കമന്റ് ഉണ്ടാവും, അരവിന്ദിന്റെ കമന്റ് ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ നീ നല്ല ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ, പക്ഷെ നീ ഒരിക്കലും ഇനി ഒരാളെയും സ്റ്റോക്ക് ചെയ്യരുത്. കാരണം അത് അവർക്ക് പേടിയോ, ഒരിക്കലും ചെയ്യരുത്. എന്ന് വെച്ചാൽ എനിക്കെന്നെ ഒരു ഇതിൽ പേടിയായി, നമുക്ക് എന്തിനാ വേണ്ട. പക്ഷെ എനിക്കതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു പിന്നാലെ. അപ്പൊ ഇങ്ങനെ സ്നേഹിക്കുന്ന ആൺപിള്ളേരും ഉണ്ട്, പെൺപിള്ളേരും ഉണ്ട്. കേരളത്തിലെ കോഴ്സസ് കുറവാണ്, അല്ലെങ്കിൽ ഫുൾ ഡിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്ന കോഴ്സസ്? ഡിസ്റ്റന്റ്. ഞാനുള്ളതൊന്നും കേരളത്തിലുള്ള കോഴ്സസ് ഒന്നും ആയിരുന്നില്ല. എനിക്കുള്ളത് കേരളത്തിന് പുറത്തുണ്ടായിരുന്നു. ഇന്ത്യയിൽ പല ഡോക്ടേഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. അത് മാറിയിട്ട് ഞാൻ ഒരു UK ഒരു യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ കേരളത്തിൽ ഇല്ലാന്നുള്ളൂ, കേരളത്തിന് പുറത്ത് പല ഇതിൽ ഡിസ്റ്റൻസ് ആയിട്ട് കിട്ടും. എന്താ കേരളത്തിൽ ഈ പറഞ്ഞ പോലെ ഇത്തരം ഡിപ്ലോമ കോഴ്സസ് ഒന്നും ഇല്ലാത്തത്?
അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരോട് ചോദിക്കണം. അപ്പൊ നമുക്ക് നമുക്ക് എനിക്കെന്താ അറിയില്ല. ഈ പറഞ്ഞ ഇത്രയും ഡിപ്ലോമ കോഴ്സ് ഉണ്ടെന്ന് പോലും അറിയുന്നത് തന്റെ വീഡിയോ മെയിൻ ആയിട്ട് എന്ന് പറയുന്നത് ഒന്നാമത് ഇപ്പോഴും ഇവിടെ അത്ര അതിന്റെ ഒരു അവയർനെസ് കിട്ടില്ല. അല്ലെങ്കിൽ ഇത് എന്തെന്നുള്ളത് കറക്റ്റ് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആ സെക്സ് എന്നുള്ള വാക്ക് മാത്രമേ എടുക്കുന്നുള്ളൂ, എന്താന്ന് അറിയില്ല. അപ്പൊ ഇവിടുത്തെ ഒരു കാഴ്ചപ്പാട് എന്ന് വെച്ചാൽ എല്ലാവർക്കും അല്ല, പക്ഷെ വളരെ ചുരുക്കം പേർക്കെങ്കിലും അത് വിചാരിച്ചിരിക്കുന്നത് ഇതൊരു സെക്സിൽ ഏർപ്പെടുന്നത് എങ്ങനെ, ഈ ഒരു കോഴ്സ്, ഇതിനിപ്പോ ആർക്കും കോഴ്സിന്റെ ആവശ്യമില്ല. അപ്പൊ എന്തിനിങ്ങനെ ഒരു കോഴ്സ് എന്നാണ് വരുന്നത്. ഇതല്ല ഇതിന്റെ ഉള്ളിലുള്ളതെന്ന് മനസ്സിലാക്കാൻ. പക്ഷെ ഇപ്പൊ കുറെ പേർക്ക് മനസ്സിലായി വരുന്നുണ്ട് ഇതൊന്നല്ല കാരണം. ഞാൻ കാരണം മാത്രമല്ല, കുറച്ച് ഒരു 10% ആൾക്കെങ്കിലും ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും ഇതല്ല എന്ന് മനസ്സിലാക്കാൻ. എന്നാൽ വേറൊരു 10% ആൾക്കാർക്ക് ഇതൊരു മോശപ്പെട്ട കാര്യമാണെന്നും കൂടി എന്റെ ഭാഗത്ത് നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും. അല്ല, ഞാൻ കാണാറുണ്ട്. നമ്മളെ ഹൈജീൻ ആയാലും അങ്ങനെയൊക്കെയുള്ള വീഡിയോസ് ഞാൻ കാണാറുണ്ട്. ഞാൻ ആദ്യമൊക്കെ തുടങ്ങുമ്പോൾ ഫുള്ള് കമന്റ് ബോക്സിൽ തെറിവിളി അത് ഭയങ്കരമായിരുന്നു. അപ്പൊ മനസ്സിലായി വിവരമില്ല, ഇല്ല, ഇങ്ങനത്തെ ഇത്ര വിവരമില്ലാത്ത ആൾക്കാരുണ്ടല്ലോ തോന്നി. ഞാൻ കിളവന്മാരായിരിക്കും ഇങ്ങനെയൊക്കെ ഇടണേന്നാണ് ഞാൻ സത്യമില്ല, ഞാൻ അങ്ങനെ വിചാരിച്ചത്. അമ്മാവന്മാരൊക്കെ ആയിരിക്കും ഇടണേന്ന്. അങ്ങനെയല്ല, പിള്ളേരുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ പോകുന്ന സമയത്ത് ഈ വീഡിയോയിൽ താഴെ എന്തായാലും ഞാനത് ഇതിന്റെ അടിയിലും വരും, പക്ഷെ കഷ്ടപ്പെടുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ എന്റെ ഭാഗം നോക്കി ഞാൻ ദിവസം തെറിവിളി കേൾക്കുന്നില്ല. നമുക്ക് ഏറ്റവും വലിയൊരു മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞ സാധനമാണ് എല്ലാ മനുഷ്യന്മാർക്കും വേണ്ടത്. അത് ഇതുപോലെ ഞാൻ പിടിച്ചു നിൽക്കണില്ല. അതൊരു നമ്മൾ ഉറങ്ങാതിരുന്നാണ് എഡിറ്റ് ചെയ്യുന്നത്. അയ്യോ ശരിയാണ്, ഞാൻ ഉറങ്ങിയിട്ടില്ല. എനിക്ക് ഇന്ന് വേണം ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഇന്നലെ രാത്രി മുതൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. അപ്പം ഇവര് വിചാരിക്കുന്നതാണ് നമ്മൾ ഈ മേക്കപ്പ് ഒക്കെ ഇട്ട് ഇങ്ങനെ സുഖ ജീവിതം. നോക്കുമ്പോ ഓരോ ദിവസം ഓരോ ഡ്രസ്സ്. അത് എന്റെ കമന്റിലാണ്. നമ്മൾ ഇതിടുമല്ലോ ഹോൾ വീഡിയോസ് കഴിയുമ്പം, നീ ഡ്രസ്സൊക്കെ മരിക്കുമ്പോ കൊണ്ടുപോയി എനിക്കൊന്ന കമന്റാണ്. ഞാൻ അണിഞ്ഞിരിക്കണം. ഓഹോ, ഞാൻ മരിക്കുമ്പോ കൂട്ടത്തിട്ട് കത്തിക്കുമെന്ന് എന്നെ എന്റെ അടുത്ത് ചോദിച്ചു. ഞാൻ മരിക്കുമ്പോ എന്റെ ഡ്രസ്സൊക്കെ കൊണ്ടുപോകും ഇങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ അവരാ സത്യം എന്താണെന്ന് അറിയില്ല. ഞങ്ങൾ ഇതിന് ശേഷം ഈ ഡ്രസ്സ് എന്ത് ചെയ്യുന്നു ആരും അറിയില്ല. പക്ഷെ ഒരു വീഡിയോ ഞാൻ ചെയ്യും. കാരണം എന്റെ മാത്രമല്ല, നമ്മൾ ഏത് ബ്യൂട്ടി ബ്ലോഗ് ഏത് ഫാഷൻ ബ്ലോഗ് ഇട്ടാലും ഈ ഡ്രസ്സൊക്കെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ പാവപ്പെട്ടവർക്ക് നിങ്ങൾ എന്താണ് ഈ ക്രൂരതയെ കാണിക്കാന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെ കമന്റ്സ് വരും, വെറൈറ്റി ഓരോ മേഖല അനുസരിച്ചിരിക്കും വരുന്ന കമന്റ്സ്. എന്നെ സംബന്ധിച്ചാണെങ്കിൽ നമ്മളിപ്പോ ബ്യൂട്ടി വ്ളോഗേഴ്സ് പ്രോഡക്റ്റിന്റെ റിവ്യൂ ചെയ്ത നിനക്ക് പ്രോഡക്റ്റേ ഉള്ള റിവ്യൂ ചെയ്യാം. അടുത്ത നമ്മൾ എന്തെങ്കിലും നമ്മളെ കുഞ്ഞു കുഞ്ഞു പൊടിക്കൈകളുണ്ട് DIYs, അത് ഷെയർ ചെയ്ത് നിനക്ക് ഇതേ ഉള്ള. അപ്പൊ എനിക്ക് കൺഫ്യൂഷൻ, നമ്മൾ സത്യം എനിക്ക് അറിഞ്ഞു. ഇപ്പോഴാണ് ഞാൻ കുറച്ചുകൂടെ മനസ്സിലാക്കണം, എന്ത് ചെയ്താലും കുറ്റമാണ്. നിന്നാ കുറ്റം, ഇരുന്നാ കുറ്റം. ഈ പറഞ്ഞ പോലെ തുടക്കകാലത്ത് ഈ പറഞ്ഞ ഭയങ്കര തെളിവ് ആയിരുന്നല്ലോ നമ്മളൊരു സെറ്റ് ഓഫ് കോണ്ടന്റ്സിന്. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിക്കുമായിരുന്നു, എവിടെ നിന്നിട്ട് ഇത്രയും ധൈര്യം? പിന്നെ ഈ പറഞ്ഞ പോലെ ഇത്രയും തെരുവിളി കേട്ടിട്ടും ഇത്രയും ട്രോൾസ് നമുക്ക് വന്നിട്ടും അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മളുടെ കോണ്ടന്റിൽ നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യവും ഈ പറഞ്ഞ പോലെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ എവിടെ നിന്നാണ് കിട്ടിയത്? എങ്ങനെയാ കിട്ടിയത്? അത് ഒന്ന് ഫാമിലി, എന്റെ ഫാമിലി എപ്പോഴും എന്റെ കൂടെ ഉണ്ട്. പിന്നെന്ന് പറയുമ്പോ ആദ്യം ഒരു വട്ടം നമുക്ക് തെറി കേട്ട് കഴിഞ്ഞാൽ സങ്കടം വരും, രണ്ടാമത് കേട്ടാലും സങ്കടം വരും. ശീലമായി കഴിഞ്ഞാൽ നമ്മൾക്ക് തൊലിക്കട്ടി, എന്താ കണ്ടാമൃഗത്തിന്റെ തൊലിക്ക് കട്ടി കൂടുന്ന പോലെ നമുക്കതാവും. സത്യം പറഞ്ഞാൽ എന്നെ സ്ട്രോങ് ആക്കി എടുക്കുന്നത് ഈ നെഗറ്റീവ് അടിക്കുന്നവരാ. എന്നെ ഇങ്ങനെ അടിച്ച് എനിക്ക് കേൾക്കാൻ ബാക്കിയൊന്നുമില്ല. ആക്ച്വലി നെഗറ്റീവ് അടിക്കുന്നവരല്ലോ ജീവിതത്തിൽ ഒന്നും സാധിക്കാതെ അപ്പൊ ഇവര് സമയം കളഞ്ഞ് നമുക്ക് ഇങ്ങനെ ഇതാക്കി എടുക്കണം. പക്ഷെ അതിൽ കൂടെ നമ്മൾ ബോൾഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഇതെന്നല്ല, എന്ത് വന്നാലും നമ്മൾ നേരിടും എന്നുള്ളൊരു സാധനം വരുന്നത്. എനിക്ക് അതപ്പൊ വന്നേക്കുന്നത്. എനിക്ക് ഇനിയിപ്പോ എന്തെന്നല്ല, ഇനി എന്തെന്നെ പറഞ്ഞാലും ദിവസം കാണാം. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഫോൺ എടുത്ത് നോക്കിയാലും കാണാം എന്തെങ്കിലും. അപ്പൊ ഞാൻ അവിടെ വെച്ച് ഇല്ല, എന്നെ ഇപ്പൊ ഒരു നെഗറ്റീവ് കമന്റ്സും ഹേർട്ട് ചെയ്യാറില്ല. എനിക്ക് ഇങ്ങോട്ട് വന്ന ചില കമന്റ്സിനൊക്കെ ഞാൻ നല്ല റിപ്ലൈ തിരിച്ചു കൊടുക്കും. ഞാൻ തെറിയൊന്നും പറയാറില്ല അവരെ പോലെ, പക്ഷെ കൊടുക്കാനുള്ളത് ഞാൻ കൊടുക്കും. എന്നാലും എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ, ഒരു ചെറിയ സുഖം, ഒരു ചെറിയ മനസ്സുഖം. അതെങ്കിലും എനിക്ക് വേണ്ടേ. നെഗറ്റീവ് കമന്റ്സ് വരും, പക്ഷെ എനിക്ക് മറ്റേ സെക്ഷുവലി ഉള്ള കമന്റ്സുകൾ വരും. അയ്യോ, അത് ഒരിക്കൽ ഞാൻ അന്തം വിട്ടത്, ഈശ്വര ഇതൊക്കെ എന്താണ് പറയുന്നതെന്ന്. ഒരു പുള്ളിക്കാരൻ എനിക്ക് കമന്റ് ഇട്ടേക്കുന്നു, പറയാമെന്ന് എനിക്കറിഞ്ഞൂടാ. ഓക്കെ, നിങ്ങളത് കേൾക്കണം. പുള്ളിക്കാരന് എന്നെ കണ്ടിട്ട് പുള്ളിക്ക് എന്തോടെ അവനെ പറയണ
മാസ്റ്റർബേഷൻ. ആ അങ്ങനെ എന്തോ തോന്നിയെന്ന് പറഞ്ഞു. എനിക്ക് കറക്റ്റ് വാക്കറിഞ്ഞൂടാ. ഇജക്ട് അങ്ങനെ എന്തോ പറയത്തില്ലേ, ആ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരൊറ്റ ചുറ്റിയിടേണ്ട ഒരു അടി അടിച്ചത് എല്ലാ പ്രശ്നവും ഞാൻ കമന്റ് എന്റെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. നീ ഒറ്റ ചുറ്റിയിടേണ്ട ഒരു അടി അടിച്ചാൽ എല്ലാ പ്രശ്നവും തീരുമെന്ന് പറഞ്ഞു. അത് എന്നും വന്ന് ഒരൊറ്റ എസ് എന്ന് പറഞ്ഞ കമന്റിൽ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വിചാരിച്ചു എന്നെ അറിയാന്നുള്ള ആരെങ്കിലും ആയിരിക്കും ഇങ്ങനെ ഞരമ്പനാണോ ഡാർക്ക് വാട്ടർ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. എസ് എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് കമന്റ് ഇടുമ്പോ പേര് വരുമല്ലോ ഇങ്ങനെ ഇമെയിൽ പോലെ ID പോലെ. ആ സംഭവം ഫുള്ള് എന്നെ ലിപ് ലോക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞു വന്നാ മതിയെന്ന് പറഞ്ഞു, ശരിയാക്കി തരാന്ന്. എന്റെ കയ്യില് വല്ലോ കിട്ടിയോ കല്ലെടുത്തറിഞ്ഞു. പുള്ളിക്കാരൻ അറിയില്ലെന്ന് നമ്മുടെ ബാഗിൽ മറ്റേ കത്തിയുള്ള കാര്യം. ആ ഞാൻ പെപ്പർ സ്പ്രേയും കൊണ്ടാണ് വന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ ബാംഗ്ലൂരിൽ ഇവിടെ വന്നപ്പോഴും ഞാൻ പെപ്പർ സ്പ്രേയും കൊണ്ടാണ് വന്നത്. ഞാൻ ട്രെയിനിൽ ഒറ്റയ്ക്കാണ് വന്നത്. വാട്സ്ആപ്പ് ബാഗിൽ ഞാൻ ഒരു കത്തി കണ്ടിരുന്നല്ലോ കുത്താൻ വേണ്ടിട്ട്. അത് ഈ ബസ്സിലെ ഇങ്ങനെ ചേർന്നിരിക്കാം, ഇങ്ങനെ ബാഗ് ഒന്ന് കെട്ടിപ്പിടിക്കാന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കയറാനുണ്ട് ബസ്സിൽ, KSRTC തിരക്കുള്ള ബസ്സിൽ അവർക്ക് വെച്ചേക്കണത്. എപ്പോഴെങ്കിലും പ്രയോഗിച്ചിട്ടുണ്ടോ? ഓ എനിക്ക് വയ്യ, പണ്ടേ എനിക്ക് ഇതാണ് ചെയ്തത്. എന്റെ അമ്മ എന്നെ പറഞ്ഞോണ്ടെന്നെ അടി ഉണ്ടാക്കല്ലേ. പോലീസ് സ്റ്റേഷനിൽ അമ്മയെ വിളിക്കില്ല, അമ്മ എപ്പോഴും പറഞ്ഞോണ്ട കാര്യമാണതാണ്. പ്രയോഗിച്ചിട്ടുണ്ടോ? കുത്തിയല്ല, ഞാൻ ഒരിക്കൽ റിയാക്ട് ചെയ്തിട്ടുണ്ട്. എന്നെ ഇങ്ങനെ മിസ്ബിഹേവ് ചെയ്തിട്ട് റിയാക്ട് ചെയ്യണം. അല്ലാതെ ഞാൻ ഒരിക്കലും ഇയാൾ ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ ഒരാൾ സ്കൂളിൽ പഠിക്കുമ്പോ ചേർന്ന് വന്ന് ഇങ്ങനെ അടുത്തോട്ട് ചേർന്ന് അപ്പം തന്നെ ഞാൻ എന്റെ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ കോമ്പസ് ഉണ്ടല്ലോ എടുത്ത് ഇങ്ങനെ അതെന്റെ ഫ്രണ്ടാണ് പറഞ്ഞു തന്നത്. അങ്ങനെ നിന്നാ മതി, എന്തെല്ലാം എടുത്ത് ഇങ്ങനെ നിന്നാണ്. ഇപ്പൊ ആൾക്കാർക്ക് കോമ്പസ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരിക്കും, എനിക്കറിയാവും. പുള്ളിക്കാരപ്പം തന്നെ ഫ്രണ്ടിലോട്ട് പോയി. കുത്തണ്ടായിരുന്നോ? ഞാൻ ഈ കുത്തി ഇനിയിപ്പോ അവിടെ ഇരിക്കുന്ന മാമിയാരൊക്കെ പറയും ഞാൻ വിളിച്ചോണ്ട് വന്ന ആളാണെന്ന് പറയും.